They're all very simple people. അറേഞ്ച്മെന്റ് കല്യാണം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കരിക്കിൽ കയറുന്നതിന് മുന്നേ കരിക്കിന് ഭയങ്കര ഫാനായിരുന്നു. ഞാൻ ഇപ്പോഴും കരിക്കിന് ഭയങ്കര ഫാനാണ്. അപ്പോൾ ഇപ്പൊ കരിക്ക് തുടങ്ങിയിട്ട് ഇത്രയും വർഷമായിട്ടും അവർക്ക് കിട്ടുന്ന ഒരു ജനപ്രീതിയുണ്ട്. അപ്പോൾ ഇവരെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഇവരുടെ കോണ്ടൻസ് പ്ലസ് ഇവരുടെ ഒരു ബോണ്ടിങ് ആണ്, ആ ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോൾ അത് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ജൂലി. അപ്പോൾ അന്നത്തെ ആണെങ്കിലും ഇപ്പോൾ കാണുമ്പോഴും അവരുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ കണ്ടത് വെച്ചിട്ട് ഭയങ്കര സോളിഡാണത്. അവർ ഫ്രം ദ ബിഗിനിങ് ടിൽ നൗ അവരെല്ലാം ഒന്നിച്ച് നിൽക്കുന്നുണ്ട്. സാധാരണ കുറച്ച് ആൾക്കാർ കൂടിക്കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പല പല പ്രശ്നങ്ങൾ അതിലേക്ക് വരാം. കാരണം അത്രയും ക്രിയേറ്റീവ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ വരുന്നത്. പക്ഷെ അത് ഇത്രയും നാളും അവരെല്ലാം ഒന്നിച്ച് നിൽക്കാന്ന് പറഞ്ഞത് എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പുറത്തുനിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അതൊരു വലിയ കാര്യമാണ്. ആൻഡ് ഐ തിങ്ക് the captain of the ship is also very strong, so probably why it's still very strong. അതിന്റെ ആ ഒരു പാർട്ടാകാൻ പറ്റിയത് തന്നെ വലിയൊരു എക്സ്പീരിയൻസ് ആണ്. മോറോവർ they're all very simple people. അവര് ഭയങ്കര വെൽക്കമിങ് ആണ്, ഭയങ്കര സ്വീറ്റ് ആണ്, ഭയങ്കര ഈസി ടു വർക്ക് വിത്ത് ആണ്. അതുകൊണ്ട് അവരെ കാണുമ്പോൾ എപ്പോഴും ഒരു പോസിറ്റിവിറ്റി. അപ്പോൾ ആ കരിക്ക് ടീമായിട്ട് ഇപ്പോഴും കണക്ഷൻ ഉണ്ടോ? ഉണ്ട്. ഞാനിപ്പോൾ അതിനകത്ത് മിക്കവരായിട്ടും നമ്മൾ കണക്ഷൻ ഉണ്ട്. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ വെച്ച് കാണും. ജൂഡിയുടെ ഈ റീൽസ് ഒക്കെ കാണുമ്പോൾ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും കാര്യങ്ങൾ പറയാറുണ്ട് ആക്ച്വലി. എനിക്ക് ഈ അടുത്തും കൂടി വിളിച്ചപ്പോഴും മെസ്സേജ് അയച്ചപ്പോഴും എനിക്ക് എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വെരി സപ്പോർട്ടീവ് ഓഫ് എവറിബഡി. ഈ കരിക്കിലെ ജൂഡിയുടെ ഒരു ഫേവറേറ്റ് എപ്പിസോഡോ അല്ലെങ്കിൽ ഒരു സീരീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതായിരിക്കും? എനിക്ക് അറേഞ്ച്മെന്റ് കല്യാണം ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കരിക്കിൽ കയറുന്നതിന് മുന്നേ കരിക്കിന് ഭയങ്കര ഫാനായിരുന്നു. ഞാൻ ഇപ്പോഴും കരിക്കിന് ഭയങ്കര ഫാനാണ്. അപ്പോൾ ഈ അറേഞ്ച്മെന്റ് കല്യാണമൊക്കെ ഞാൻ തന്നെ എത്ര തവണ ഇരുന്ന് കണ്ട് ചിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് എല്ലാം ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഫാമിലി പാക്ക് ഞാൻ ചെയ്ത ഫാമിലി പാക്കും എനിക്ക് ഇഷ്ടമാണ്. അതൊരു അനുചേട്ടൻ്റെ ഡയറക്ഷനാണ്. ഒരു പ്രത്യേക മൂഡിലുള്ള സാധനമാണ്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം ഇഷ്ടമാണ്. കരിക്ക് ഇപ്പോൾ ഒരു സിനിമ ഇറക്കാൻ പോവാണ്. ആ ഒരു സിനിമ ഇറങ്ങാൻ എക്സൈറ്റഡ് ആണോ കരിക്ക്? വളരെ എക്സൈറ്റഡ് ആണ്. കാരണം എല്ലാവരും കാണാനും അവരുടെ പെർഫോമൻസ് കാണാനും നമ്മളെല്ലാവരും സ്ക്രീനിൽ കാണുക, അത് ഭയങ്കര ഒരു നമ്മൾ തുടക്കം മുതൽ കരിക്കിനെ കാണുന്നതല്ലേ നമ്മളെല്ലാവരും. അവരുടെ ഗ്രോത്തും അവരെവിടെ എത്തിയത് എല്ലാം കാണുന്നത്. അപ്പോൾ സിനിമ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ അതൊരു ഭയങ്കര ഫീലിംഗ് ആയിരിക്കും. അപ്പം ഞാനും എല്ലാവരെയും പോലെ ഭയങ്കര എക്സൈറ്റഡാണ്. ഇനി ജൂഡിയുടെ കരിയറിലെ വേറൊരു മൈൽ സ്റ്റോൺ ആണ് ഓടും കുതിര ചാടും കുതിര സിനിമയിൽ അഭിനയിച്ചത്. സോ അതും ഫഹദ് ഫാസിൻ്റെ കൂടെ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? അത് ഭയങ്കര അതെന്താ പറയുക, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അതിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയാനുള്ളത് ഭയങ്കര ഒരു കംഫർട്ടബിൾ ഒരു എൻവയൺമെൻ്റ് ആയിരുന്നു. ബിക്കോസ് അൽതാഫിക്ക എന്ന് പറയുന്ന വ്യക്തിയുടെ പുള്ളിയുടെ ഒരു രീതി ഉണ്ടല്ലോ, ആള് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. അത് ആ എനർജി ഫുൾ സെറ്റിൽ റേഡിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഫസ്റ്റ് സിനിമയാണ്, ഞാൻ ഒരു പുതിയ ആക്ടറാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയില്ല. എല്ലാവരും ഭയങ്കര വോമായിരുന്നു. അത് ഡെഫിനറ്റ്ലി അൽതാഫിക്ക കൊണ്ടുവരുന്ന ആ ഒരു, അല്ലെങ്കിൽ പുള്ളി ആവശ്യപ്പെടുന്ന ഒരു എനർജി ഉണ്ടാവും ആ സെറ്റിൽ. അത് ഭയങ്കര വോമായിരുന്നു. ഫഹദ് ഫാസിൽ എന്നുള്ള വ്യക്തിയായിട്ട് അഭിനയിക്കണം, ഒരു സീൻ ചെയ്യണം എന്നുള്ളത് ഞാൻ ആക്ച്വലി മാനിഫെസ്റ്റ് ചെയ്തെടുത്തതാണ്. കാരണം അങ്ങനെ ഞാൻ പറയും. കാരണം ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് കണ്ടിറങ്ങിയപ്പോൾ ഞാൻ അന്ന് സിനിമയിൽ അഭിനയിക്കണം എന്നൊന്നും നമ്മളത് നമുക്ക് അറിയില്ലല്ലോ എന്തായിരിക്കും ഫ്യൂച്ചർ എന്നുള്ളത്. ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്ക് ഒരു ദിവസം ഒരു സീൻ എനിക്ക് ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ ആക്ടറായിട്ട് ഒരു സീൻ ചെയ്യണമെന്ന് ഞാൻ അന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ഹാപ്പണ്ട്, അമ്മ എന്നെ അത് റിമൈൻഡ് ചെയ്തു. നീ അത്ര ആഗ്രഹിച്ച ഒരു സംഭവം, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചാണ്. അത് വാട്ട് ആൻ ആർട്ടിസ്റ്റും. പിന്നെ പുള്ളി മാത്രമല്ല, വിനയ് ചേട്ടനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ അപൂർവരാഗം എന്ന് പറയുന്ന മൂവി കണ്ടപ്പോൾ മുതലേ വിനയ് ചേട്ടൻ, ആൻഡ് ഹീ ഈസ് ആൻ അമേസിങ് പേഴ്സൺ. വെരി വോം, വെരി വെൽക്കമിങ്. നോട്ട് ജസ്റ്റ് എല്ലാവരും വോം ആൻഡ് വെൽക്കമിങ്. അത് പക്ഷേ വിനയ് ചേട്ടൻ എക്സ്ട്രാ വോം ആയിരുന്നു. ഐ ഓൾവേസ് റിമെമ്പർ മൈ എക്സ്പീരിയൻസ് അറ്റ് ഓടും കുതിര. ഇപ്പോൾ ഫഹദ് ഫാസിൽ എന്ന് പറയുമ്പോൾ ഫാഫയുടെ കണ്ണുകൾ അതെപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. എന്ത് തോന്നുന്നു? There is this one scene, അതിൽ ഞാനും ഫാഫയും ഇങ്ങനെ ടേബിളിൽ അക്രോസ് ഇരുന്ന ഒരു കോൺവെർസേഷൻ സീനാണ്. അപ്പോൾ അതിൽ ഫാഫയുടെ ഷോട്ട് എടുക്കുമ്പോൾ എൻ്റെ ഇവിടെ നിന്ന് എടുക്കുമ്പോഴത്തേക്കും ഡയലോഗ് നോക്കുമ്പോൾ നമ്മൾ നേരെ നോക്കി പറയുമല്ലോ. ഞാനൊരു സെക്കൻഡ് ഒന്ന് ഫ്ലിപ്പായി. കാരണം ആ ഭയങ്കര ഇൻറ്റൻസ്, പുള്ളിയുടെ ഐ ഭയങ്കര ഇൻറ്റൻസ് ആണ് പുള്ളിയുടെ ഐസ്.
ഞാൻ അങ്ങനെ ഇരുന്ന് പോയി, എന്താണ് ഫ്ലേമിങ്. സോ അതാണ് എനിക്ക് ഫഫയുടെ കണ്ണുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്. പെട്ടെന്നൊരു ഫാൻ ഗേൾ മൊമെന്റ് അങ്ങനെയൊക്കെ അയ്യോ, തോന്നി. ഫാൻ ഗേൾ മൊമെന്റ് തുടക്കം മുതല. പക്ഷെ ഞാനിങ്ങനെ നമ്മൾ ആളെ അൺകംഫർട്ടബിൾ ആക്കാൻ പാടില്ല, അതെ. calm down, calm down എന്ന് പറഞ്ഞിരിക്കുന്നു. ഇപ്പം ഓടുംകുതിര ചാടുംകുതിര പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. പക്ഷെ അത് തിയേറ്ററിൽ വന്നപ്പോൾ അത്രയും ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ OTT വന്നപ്പോൾ ഒരുപാട് ശ്രദ്ധിച്ചു. അതിനകത്ത് പ്രത്യേകിച്ച് ഇപ്പം ലാലിൻ്റെ സീൻസൊക്കെ ആൾക്കാർ പിന്നെ ഏറ്റെടുക്കുന്നു. പിന്നെ പലരുടെയും ഫേവറേറ്റ് ആ ഒരു ലിസ്റ്റിൽ ഇടം പിടിച്ചൊരു സിനിമയാണ്. അപ്പോൾ തിയേറ്ററിൽ ആ ഒരു സിനിമ അധികം ശ്രദ്ധിക്കപ്പെടാത്തതിൽ ഒരു വിഷമമുണ്ട്. ആൻഡ് OTT വന്ന് അത് ആൾക്കാർ എടുത്തപ്പോൾ ആ ഒരു ജനപ്രീതി കിട്ടിയപ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് നമുക്ക് ഒബ്വിയസ്ലി എല്ലാവരും വർക്ക്, എനിക്ക് കൂടുതലും അത് ആൾക്കാരിലേക്ക് അത് എത്താഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി എന്നുള്ളതിലും അതിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാനൊരു ചെറിയ പാർട്ടാണ് അതിൻ്റെ. അത്രയും ദിവസം അതിൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളവരുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് ഐ ഫെൽറ്റ് ഹെവി. ബട്ട് ദെൻ ഇറ്റ് ഈസ് എ പാർട്ട് ഓഫ് ഈ ഇൻഡസ്ട്രി. അങ്ങനെയാണ് ഒരു പക്ഷേ എന്താണ് ആ സിനിമ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്നുള്ളത് ആൾക്കാരിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ആൾക്കാർ അത് പ്രതീക്ഷിച്ചായിരിക്കില്ല വന്നിരുന്നത് തിയേറ്ററിൽ, വേറെ എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ടായിരിക്കും വന്നിരുന്നത്. ബട്ട് OTT വന്നപ്പോൾ പീപ്പിൾ മൈറ്റ് ഹാഡ് ടൈം ടു തിങ്ക് അബൌട്ട് ഇറ്റ്, അണ്ടർസ്റ്റാൻഡ് ദ മൂവി ബെറ്റർ. സോ അതുകൊണ്ടായിരിക്കും അത് ബെറ്റർ റിസീവ്ഡ് ആയത്. എനിവേസ് ഐ എം സോ ഹാപ്പി ദറ്റ് OTT എത്തിയപ്പോൾ ആക്ച്വലി ആൾക്കാർക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലായത്. I'm so happy that happened. I'm so happy for the entire crew and cast that finally at the end of the day it works out. സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്, റീൽ കോണ്ടന്റ് ക്രിയേറ്ററും ആണ്. ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഡിഫറൻസും ഒരു സിമിലാരിറ്റി അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. കാരണം സിനിമയിൽ നമ്മൾ ഭയങ്കര പ്രിവിലേജ്ഡാണ്. കാരണം നമ്മളെ അവിടുത്തെ ടീം ഇങ്ങനെ കൊണ്ടുനടക്കുന്നത് ഈ ഭയങ്കര ലക്ഷറി ട്രീറ്റ്മെൻറ്റാണ്. കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം പ്രൊഡക്ഷൻ എല്ലാം നമ്മളെല്ലാം സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണല്ലോ, ഐഡിയ കണ്ടുപിടിക്കണം. പക്ഷെ അതിൽ ഭയങ്കര ഒരു സുഖമുണ്ട്. കാരണം എന്താ പറയുക, നമ്മുടെ ഇൻസ്റ്റൻറ്റ് ഒരു ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ട്. നമ്മളൊരു സംഭവം എല്ലാവരും കൂടി ഇരുന്ന് ആലോചിച്ചു, നമ്മുടെ ഒപ്പീനിയൻസ്, എല്ലാവരുടെയും ഒപ്പീനിയൻസ് ഉണ്ട്, എല്ലാം ഇട്ട് ഫൈനലി വന്നത് ആൾക്കാർ റിസീവ് ചെയ്യുമ്പോൾ ഇൻസ്റ്റൻ്റ്ലി നമുക്ക് അറിയാൻ പറ്റും എന്താണ് എങ്ങനെയാണ് റിസീവ് ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അത് ഭയങ്കര അതിൻ്റെ നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. പക്ഷെ അത് ഭയങ്കര റിവാർഡിങ് ആണ്. സിനിമയിൽ ഭയങ്കര എന്താ പറയുക, സുഖമാണെന്നാണ്, കുറച്ചുകൂടി ഈസിയാണ്. ഒബ്വിയസ്ലി റോള് ക്യാരക്ടറൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഒരു ചെറിയ റോള് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഐ കൻ ഓൺലി സ്പീക്ക് ഫോർ മൈ എക്സ്പീരിയൻസ്. ഇന്ന് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് സിനിമയിൽ വരുന്ന ഒരു കാലമാണ്. ഇപ്പം ഹാഷിനെ പോലുള്ള കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് വരുന്നു, അത് സിനിമയാകുന്നു, ഇൻഡസ്ട്രി ഹിറ്റ് ആവുന്നുണ്ട്. സോ ആസ് എ കോണ്ടന്റ് ക്രിയേറ്റർ ഇതൊരു വലിയൊരു അവസരം എന്നതിലുപരി ഒരു വലിയൊരു മാറ്റം കൂടിയായിട്ട് തോന്നുന്നില്ലേ? ഡെഫിനറ്റ്ലി. കാരണം കുറേ പേരും എന്താ പറയുക, അവർക്ക് പണ്ടൊട്ടും ആക്സസിബിൾ ആയിരുന്നില്ല ഫിലിം ഇൻഡസ്ട്രി. ഇപ്പോൾ വേണമെന്ന് വിചാരിച്ചാൽ നോട്ടീസ് ചെയ്യപ്പെടാൻ എല്ലാവർക്കും, കഴിവുള്ളവർക്കും പറ്റും. അപ്പോൾ അതൊരു ഭയങ്കര ചേഞ്ചാണ്. ഇറ്റ്സ് ഓപ്പൺ ടു ഓൾ. അപ്പോൾ സിനിമയിലേക്ക് എത്താനുള്ള ഒരു വഴി കൂടിയാണ് ഈ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയാമല്ലേ? അങ്ങനെ വേണമെങ്കിൽ പറയാം. അതപ്പോൾ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം മറ്റേത് ഒരുപാട് ബാരിയേഴ്സ് ഉണ്ടായിരുന്നു ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് എത്താൻ വേണ്ടി. ഇപ്പം അതൊക്കെ കുറേയും ആ ദൂരം കുറച്ചുകൂടി ആക്സസിബിൾ ആയി കുറച്ചുകൂടി, വിച്ച് ഇസ് എ ഗുഡ് തിങ്. കാരണം ഒരുപാട് ടാലൻറ്റഡ് ആൾക്കാരുണ്ട് ചുറ്റും. ദാറ്റ്സ് എ റിയലി ഗുഡ് തിങ് ഐ ഫീൽ. വാഴ 2 ഇറങ്ങി, ഇനി വാഴ 3 ഇറങ്ങാൻ പോകണം. അപ്പം അതൊരു സ്ത്രീകളെ അല്ലെങ്കിൽ ഒരു വിമൻ സെൻട്രിക് ആയിട്ടുള്ളൊരു കഥയാണ്. അപ്പം കുറേ ഇതുപോലെ റീൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് അതിൻ്റെ അകത്ത് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിലൊരാളായിട്ട് നമുക്ക് ജൂഡിനെ എക്സ്പെക്ട് ചെയ്യാമോ? അറിയില്ല, എവിടെയൊക്കെ കമൻറ്റിൽ ഞാൻ കണ്ടായിരുന്നു. എനിക്കറിയില്ല. അങ്ങനെയൊക്കെ വന്നാൽ അടിപൊളിയായിരിക്കും. ഒരുപാട് സന്തോഷം. ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ കാണാൻ. താങ്ക് യു, സോ സ്വീറ്റ്.